പോക്കേണ്ട. അവളുടെ ഒടുക്കത്തെ പോകാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് എനിക്കൊരു ത്രില്ലാണ്. പണ്ട് ഡാറാഡൂണിൽ വെച്ച് എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ നമ്മ ടൈം പോകുമ്പോ വെച്ചത് ഇവന്മാർ ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞ കമ്പ്യൂട്ടറിൽ കള്ളം പറഞ്ഞാൽ കണ്ടുപിടിക്കുന്ന മെഷീനും ഇറങ്ങിയ കാലമാണ്. നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അവരെ സ്ക്രീനിൽ കാണും. ഏതായാലും പിടികൊടുക്കരുത്. ജൽദി. അത് ശരിയാ. എടാ പാണ്ഡ്യ, ആ തെണ്ടികൾക്ക് സൈഡ് കൊടുക്കണ്ട, വേഗം വിട്ടോ. എടോ പരമേശ്വരൻ പിള്ളേ, അവന്മാര് നമ്മളെ കണ്ടിട്ടാണല്ലോ ഒളിച്ചത്. ശരിയാ സാറേ, ഞാനും കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. കുറെ നേരമായല്ലോ അവന്മാർ റോഡിൽ കിടന്ന് കസർത്ത് കാണിക്കാൻ തുടങ്ങിയിട്ട്. കത്തസുകാരാണോ? വല്ല കള്ളക്കടത്തുകാരായിരിക്കും സാറേ. ഓവർടേക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്യണോ? എന്താ പിക്കപ്പ് തീർന്നോ പരമേശ്വരൻ പിള്ളേ? സർക്കാർ വണ്ടിയല്ലേ സാറേ. എടോ മെല്ലെ പോടോ, ഇതിന് പിക്കപ്പ് കുറവാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹലോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സർ. ഇങ്ങോട്ട് ഇറങ്ങി ഓടാത്തണ്ടികളെ. എന്നെ കണ്ടപ്പോ എന്തിനാടാ ഒളിച്ചത്? ഒളിച്ചപ്പോഴാണ് സാർ കണ്ടത്. നീ ആരാടാ? ബോംബെ വന്ന ഗൂർക്ക വാസു. അപ്പൊ നീ ആരാടാ? ഞാൻ ചിന്ന കൂർക്ക. ജീപ്പിനകത്ത് എന്തെങ്കിലും ഉണ്ടോടാ? ഇതിനകത്ത് സത്യമായിട്ടൊന്നുമില്ല സാർ. ഇതിന് മുമ്പേ പോയ വണ്ടിയില് ഈ വാസു ഒരു ബോംബ് ബോള് മുതലാളിയുടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കൊടുത്തയച്ച അത് പൊട്ടുവന്നറിയാൻ കിട്ടുമെന്നറിയാൻ വേണ്ടി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധന കഴിഞ്ഞിട്ട് ഫോളോ ചെയ്താൽ മതി. പരിശോധിക്കാം. അടിക്കടി ഇവിടൊക്കെ വരാറുണ്ടോ? ഇല്ലേ ഇല്ല. അടിക്കടി ഇത് അനങ്ങാറുണ്ടോ? പേടി വരുമ്പോ മാത്രം. അപ്പൊ എന്നെ പേടിയില്ല? പേടിയില്ല. അരങ്ങ എല്ലാം പരിശോധിച്ചു. ഒന്നുമില്ല സാർ. ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ അതിലൊന്നുമില്ലെന്ന്. അതെ. ഇവരെങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. തോമസേ അതിങ്ങ് എടുക്ക്. എന്റെ പൊന്ന് സാറേ, ഞങ്ങളെ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലരുത്. കുഞ്ഞു കുഞ്ഞു പ്രാരാബ്ദങ്ങളുള്ളതാണ്. മ്യൂസിക് ഇഷ്ടമാണോ? അല്ലേ? ഗുഡ്, വെരി ഗുഡ്. അതിങ്ങ് എടുക്കണോ? ഇത് ഞാൻ സംഗീതം പറഞ്ഞ ഗീതഗാനങ്ങളാണ്. കേൾക്കണം. അയ്യേ, താങ്ക്സ് പോരാ, 72 രൂപ വേണം. ഞങ്ങള് കാശ് എടുത്തില്ല സാർ. സാരമില്ല, കാശ് 10-ാം മൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാൽ മതി. 6 എടുത്ത 3 ഫ്രീ. ഓർമ്മയിലിരിക്കട്ടെ, 10-ാം മൂട് പോലീസ് സ്റ്റേഷൻ, 72 രൂപ. ഫോളോ മീ. പരമേശ്വര പരമേശ്വര. കഷ്ടം. Hello, stop, please. What's the matter? എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. I see, very good. ഒന്ന് സഹായിക്കാൻ ആരെങ്കിലും? Okay. ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. I was in Canada. I see, very good. What's your name? I'm Miss Nandini Menon. ഞാൻ സഹായിക്കണോ? സഹായിക്കാൻ ഇവിടെ നിന്നാലേ സ്റ്റേഷനിൽ എന്നെ സഹായിക്കാൻ ഞാൻ വേറെ ആളെ വെക്കേണ്ടി വരും. അയ്യടാ, പെണ്ണുങ്ങളെ സഹായിക്കാൻ എന്തൊരു ഉത്സാഹം. സോറി, ഞാൻ അല്പം ബിസിയിലാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു മെക്കാനിക്കിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. ഓക്കെ? Yes sir, I'll be very thankful. It's all right. മ്യൂസിക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ റോക്ക് റാപ്പ് കേൾക്കണം. ഇഷ്ടാവും. ഇങ്ങനെ നോക്കി നിന്നാ മതിയോ? കേറണ്ണ വീട്ടി വലിഞ്ഞ് കേറണ്ണ. ഹലോ, ഒന്നുമില്ല. എന്താ അസുഖം? തലകറക്കം, ഹാർട്ട് അറ്റാക്ക്, ഗ്യാസ് ട്രബിൾ, അങ്ങനെ എന്തെങ്കിലും?
അറിഞ്ഞിട്ട് എന്ത് വേണം? അത് കൊള്ളാം. വിളിച്ചു വരുത്തിട്ട് അറിഞ്ഞിട്ട് എന്ത് വേണമെന്നോ? വിളിച്ചു വരുത്തിയോ? ആര്? രാവിലെ തന്നെ പേടിപ്പിക്കാതെ. KLT 7626 തന്നെയല്ലേ ഇത്? ആണെങ്കിൽ ഒന്ന് നന്നാക്കാന്ന് കരുതി വന്നതാ. Are you a mechanic? അതെ. Oh my God! My God! I'm not able to believe this. ഞാൻ ഒരുപാട് മെക്കാനിക്കിനെ കണ്ടിട്ടുണ്ട് in Canada, but I never met a man like you. Are you very sure that you're sufficiently trained to be a mechanic? ഇല്ല, ഞാനിപ്പോ ജനിച്ചേ ഉള്ളൂ. അതെ, ആഷ്പുഷ് ഡയലോഗ് എന്ന് പറഞ്ഞ് എന്നെ വരട്ടാൻ നോക്കണ്ട. കാനഡയിലൊന്നും പോയിട്ടില്ലെങ്കിലും 3-4 കൊല്ലം കോളേജ് കിടന്ന് കിളിക്കുത്ത് കഴിഞ്ഞിട്ടാ ഞാൻ സ്പാൻഡർ ഗോപ്പക്കെട്ട് ഇറങ്ങിയത്. നല്ല അസലായിട്ട് ട്രെയിനിങ്ങും കിട്ടിയിട്ടുണ്ട്. ഡോണ്ട് പ്ലേ ജാവ ടു മീ. സന്ധ്യ ആവണതിന് മുമ്പ് കുടുംബത്തെത്തണമെങ്കിൽ അവിടെ ഇറങ്ങി ഒതുങ്ങി മാറി കിളി പെണ്ണേ. What? എടി പെണ്ണെന്നോ? എന്താ പെണ്ണല്ലേ? തനിക്ക് മാനസ് അറിഞ്ഞൂടെ? അറിയാവുന്നതല്ലേ മാറാൻ പറഞ്ഞേ? Stupid. തുപ്പി ആര്? You! വെറുതെ ചുണ്ട് ഒടിച്ചു കളയും ഞാൻ. മാനേഴ്സ് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ട് വേണം. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാ ബെഞ്ചമിൻ സാർ പറഞ്ഞോണ്ട് വന്നാ. അല്ലാണ്ട് ഈ ജാമ്പാന്റെ കാലത്തുള്ള വണ്ടി പണിയൊന്നും ഞാൻ വഴിപാട് നടന്നിട്ടൊന്നുമില്ല. ഇതെന്താ വൈപ്പ് വന്നല്ലോ? നന്നാക്കണോ ഈ പാട്ടോടി? Shit. എക്സ്ക്യൂസ് മീ, ഇപ്പൊ ചുണ്ടുകൊണ്ട് അങ്ങനത്തെ കാണിച്ചില്ല, വല്ലതും പറഞ്ഞാണോ? My God! Chewing gum ചവച്ചതാ. ഇത് നന്നാക്കാൻ ഒരുപാട് സമയം എടുക്കും. മാറി നിന്ന് ചവച്ചോളൂ. കുറച്ച് കുതിരച്ചാണോടെ മിക്സ് ചെയ്തോളൂ. എന്റെ മുത്തച്ഛനും ഈ വണ്ടിക്ക് ഒരേ പ്രായ. പുള്ളിയും കിടപ്പായി, വണ്ടിയും കിടപ്പായി. ഇതിന് ഹാർട്ടിൽ ലിവറൊന്നും ഇല്ലേ? കിഡ്നി വളരെ വീക്കാണ്. ഓ മൈ ഗോഡ്, ബ്ലഡ് ഇല്ലേ? MBBS ഡോക്ടറാന്നാ ഭാവം. എന്തെങ്കിലും ഒഴിഞ്ഞോ? വേഗം ഒന്ന് നന്നാക്കാൻ പറഞ്ഞതാ. ഓ, എടാ, മോള് കാറില് കാറ് മോളിൽ നിന്ന് വണ്ടി എന്തോ കേടായെന്ന് തോന്നി. വർക്ക്ഷോപ്പ് പണിക്കാരനെ പോലെ ഒരുത്തരുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ. അപ്പോ വർക്ക്ഷോപ്പുകാരൻ രണ്ടും ക്ലോസ്. കാണാൻ ആള് സുന്ദരിയാ, പക്ഷെ സ്വഭാവമാണ് വെടക്ക്. What? വയറുടക്കി കിടക്കാന്ന് പറഞ്ഞ. എക്സ്ക്യൂസ് മീ, എന്താ പേര്? എന്താ പേരെന്നാളും അറിഞ്ഞാലേ നന്നാക്കാൻ പറ്റുള്ളൂ. ഹേ, അങ്ങനെയൊന്നുമില്ല. എന്താ പേരില്ലേ? പേരിടാൻ പ്രായമായില്ലേവോ? ബോംബ് ചീറ്റി പോവാ. തെണ്ടിത്തരം പറയാതെ 2 മിനിറ്റ് പൊട്ടും. ഇതിനകത്ത് ആര് ടൈം പീസ് വെച്ചിരിക്കണേ? ഇവിടെ ആര് കാണാൻ? പൂർണ്ണാന്ന് തോന്നുന്നു. ആ, ഇതിനകത്ത് സമയം തെറ്റാണല്ലോ. ഇനി ഇതും ഞാൻ തന്നെ നന്നാക്കണായിരിക്കും. മരണം അവർക്കുള്ളതാകട്ടെ. ആമേൻ. ആ, സ്റ്റാർട്ട് ചെയ്തോ. ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. You bloody! നിർത്ത്. ഹലോ കാനഡ, ഒന്ന് നിർത്ത്. എന്റെ ടൂൾസ്. അയ്യോ, ഞാൻ പണിയെടുത്ത കാശിലില്ല, ടൂൾസ് ഇല്ല. ഹലോ, ഒന്ന് നിർത്ത്. എന്റെ ബാഗ്, ടൂൾസ്. എടി വെള്ളപ്പാറ്റേ, നിന്നെ ഞാൻ എടുത്തോളാം. എന്തെങ്കിലും എന്റെ കൈ കിട്ടും. അവളുടെ അമ്മൂടെ ടൈം പീസ്. അപ്പൊ